വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോഴേക്കും പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. ഇത്തവണ പോളിംഗ് ശതമാനം 64.4% മാത്രമാണെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറയുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ നൽകുന്ന സൂചന. അന്തിമ വിവരം ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം ലഭിക്കണം. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ യഥാക്രമം 66.14% 66.71% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗാളിൽ പോളിംഗ് ശതമാനം 70 കടന്നിരുന്നു. ബംഗാളിൽ 73%, അസമിൽ 75%, മഹാരാഷ്ട്രയിൽ 54% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വിവരം വന്നുകഴിഞ്ഞാൽ ഈ കണക്കുകൾ മാറിമറിയാൻ ഇടയുണ്ട്. ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് നടന്നവയിൽ അസം 75.01%, ബീഹാർ 56.50%, ഛത്തീസ്ഗഡ് 66.94%, ഗോവ 74%, ഗുജറാത്ത് 56.19%, കർണാടക 66.75%, മധ്യപ്രദേശ് 62.75%, മഹാരാഷ്ട്ര 53.95%, ഉത്തർപ്രദേശ് 57.03%, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു 65.23% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം പോളിംഗ് കുറയുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടികൾ. വോട്ടെടുപ്പ് നടന്ന 93 സീറ്റുകളിൽ കൂടുതൽ BJP ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 എണ്ണവും BJP നേടിയിരുന്നു. അതിൽ 26 എണ്ണം ഗുജറാത്തിൽ നിന്ന് മാത്രമാണ്. കർണാടക, UP, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. അതിൽ കർണാടക ഉൾപ്പെടെ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ ആകെ വോട്ടിംഗ് ശതമാനം ഇടിയുന്നത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി കണക്കുകൂട്ടുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ കത്ത്. അന്തിമ കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ടെന്ന് ഖാർഗെ കത്തിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയിരിക്കുകയാണ് കമ്മീഷൻ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇതെന്നാണ് ഖാർഗെ കത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിട്ടത്. സാധാരണ നിലയിൽ 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ കണക്കുകൾ പുറത്തുവിടാറുണ്ട്. 1ഉം 2ഉം ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ വരുത്തിയ കാലതാമസം കണക്കിൽ ഗുരുതരമായ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തന്റെ 52 വർഷത്തെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ അന്തിമ കണക്കിൽ ഇത്രയേറെ വർധനവ് വരുന്നതായി കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏപ്രിൽ 19 നടന്ന ആദ്യഘട്ടത്തിൽ 60%, ഏപ്രിൽ 26 നടന്ന 2ാം ഘട്ടത്തിൽ 60.96% പോളിംഗ് നടന്നുവെന്നായിരുന്നു കമ്മീഷന്റെ ആദ്യ കണക്ക്. എന്നാൽ പിന്നീട് പുറത്തുവിട്ട അന്തിമ കണക്കിൽ ആദ്യഘട്ടത്തിൽ 66.14% എന്നും 2ാം ഘട്ടത്തിൽ 66.71% എന്നുമാണ് രേഖപ്പെടുത്തിയത്. കാലതാമസത്തിന് പുറമെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അതത് അസംബ്ലി മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകൾ പോലെയുള്ള നിർണായകമായ വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെന്നും കത്തിൽ ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും കേന്ദ്രം ഇതിന് ഉടൻ തന്നെ മറുപടി പറയേണ്ടി വരും.